ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഒരു റെസിപ്പിയാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. 2-3 ദിവസം നമുക്ക് കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ചട്നി പറയാനായിട്ട്. അപ്പോൾ ഇത് ഒരാഴ്ച വരെ നമുക്ക് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഓയിലാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. കുറച്ച് എണ്ണ നമുക്കിതിന് വേണ്ടി വേണം. അപ്പോൾ അത് ചേർക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയം കൊണ്ട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബറായ ഷബാനയുടെയും മോളുടെയും നീനുവിൻ്റെയും ബർത്ത്ഡേ ഇന്നാണ്. ഒരേ ദിവസമാണ് രണ്ടുപേരുടെയും ബർത്ത്ഡേ. അപ്പോൾ ഒന്ന് വിഷ് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഡിയേഴ്സ്. ഒരേ ദിവസം രണ്ടുപേരുടെയും ബർത്ത്ഡേക്ക് വരുന്നത് ഒരു പ്രത്യേക ഭാഗ്യം തന്നെയാണല്ലേ. പിന്നെ നമ്മുടെ അഡ്രിജ കുട്ടിക്ക് കൂടി ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്രിജ എന്നാണ് പേര്. കൂടെ എന്തോ ഒന്നുകൂടി ഉണ്ട്, അത് ഞാൻ ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ല. പഠിക്കുകയാണ് ആള്. അപ്പോൾ അതിനിടയിലും നമ്മുടെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. സ്വീറ്റ്സാണ് കൂടുതലും ട്രൈ ചെയ്ത് നോക്കുന്നത്. അതിനുശേഷം ഫോട്ടോസൊക്കെ എടുത്ത് ഫേസ്ബുക്കിലൂടെ എനിക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരാറുണ്ട്. ഒരുപാട് സന്തോഷമാണ് അതെല്ലാം കാണുമ്പോഴത്തേക്കും. വലിയ ഹായ് പറയുന്നുണ്ട് അഡ്രിജ കുട്ടിക്ക്. ഇപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ചേർക്കാം. കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി കൂടി ചേർക്കുകയാണ്. ഒരാഴ്ച വരെ നമ്മുടെ ഈ ചട്നി കേടാകാതെ സൂക്ഷിക്കാമെങ്കിലും വളരെ പെട്ടെന്നാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൂടി ചേർക്കാം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമുക്ക് വറ്റൽമുളകാണ്. ഞാൻ കുറച്ച് കാശ്മീരി മുളകും കുറച്ച് സാധാരണ മുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കാശ്മീരി മുളക് ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു കളർ കിട്ടും. പിന്നെ എരിവുണ്ടാവില്ല. അതിൻ്റെ പേരിലാണ് സാധാരണ മുളക് കൂടി എടുത്തിട്ടുള്ളത്. അത് ഇത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർക്കുകയാണ് ഇപ്പോൾ ഇതിലേക്ക്. നമ്മളിതിലേക്ക് ചേർത്ത സവാള എല്ലാം നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ വഴറ്റി കൊടുത്താൽ മതിയാവും. ഇനി ഈ ടൈമിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് മുഴുവൻ മല്ലി. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. അപ്പോൾ ഈ മല്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മല്ലിപ്പൊടി ചേർക്കാൻ വേണ്ടി നിൽക്കണ്ട. അത് സ്കിപ്പ് ചെയ്താൽ മതിയാവും. മുഴുവൻ മല്ലി ചേർക്കുന്നതും മല്ലിപ്പൊടി ചേർക്കുന്നതും രണ്ട് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നമ്മുടെ സവാളയെല്ലാം ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയൊരു പീസ് പുളിയാണ്. വളരെ ചെറിയൊരു പീസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർക്കാം. കൂടെ തന്നെ വളരെ ചെറിയൊരു പീസ് ശർക്കര കൂടി ചേർക്കുകയാണ്. നമ്മൾ ഈ ശർക്കര ചേർക്കുമ്പോഴത്തേക്ക് ഇനി പുളിയും എരിവും എല്ലാം നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വെക്കുന്ന ചട്നി വളരെ കുറച്ചാണ്. അതിൻ്റെ പേരിലാണ് ഈ പുളിയും ശർക്കരയും ഇത്രയും അളവിൽ ചേർത്തിട്ടുള്ളത്. നിങ്ങൾ കൂടുതലാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതെല്ലാം കൂട്ടിയേക്കണം. ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിലൊക്കെ ഇനിയും ബാക്കിയുണ്ട്. ആ ഓയിലൊക്കെ മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മളിതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ എടുത്തേക്കണം. അപ്പോൾ എണ്ണ മാറ്റിയതിന് ശേഷമാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇത്രയും എണ്ണയാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ പേരിലാണ് ഇത് ഒരാഴ്ച വരെ നമുക്ക് കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത്. ചില മിക്സിയുടെ ജാറിൽ ഇത് നല്ലതുപോലെ അരഞ്ഞിട്ട് കിട്ടില്ല. അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ചുകൂടി ഓയിൽ ചേർത്തിട്ട് വേണം ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട്. പിന്നെ ഒരു ടിപ്പ് കൂടി നമ്മുടെ ഈ ചട്നിക്ക് വേണ്ടി പറയുകയാണ്. എങ്ങാനും നിങ്ങൾ ഈ ചേർക്കുന്ന മുളക് എങ്ങാനും എരിവ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു തക്കാളി കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ആ എരിവൊക്കെ ഒന്ന് മാറിക്കിട്ടും. എന്നാൽ ശരി, ഞാനിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം.
ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് ഇത് വന്നിട്ടുണ്ട്, നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതിലേക്ക് കാശ്മീരി മുളക് ചേർത്തതിൻ്റെ പേരിലാണ് ഇത്രയും കളർ കിട്ടിയത്. അപ്പോൾ നമ്മൾ സാധാരണ മുളക് മാത്രം ചേർത്തിട്ടാണ് ഇത് അരയ്ക്കുന്നതെങ്കിൽ ഇത്രയും കളർ ഉണ്ടാവില്ല, അതൊന്നും പ്രശ്നമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരച്ചെടുക്കുന്ന ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്താലും മതിയാവും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ കുറച്ച് ഓയിൽ, ഇതെല്ലാം വഴറ്റിയെടുത്ത ഓയിൽ, അതുകൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. അപ്പോഴാണ് ആ എരിവൊക്കെ നല്ലതുപോലെ ഒന്ന് ബാലൻസ് ആയി കിട്ടുന്നത്. നമ്മൾ ഈ ഓയിൽ ചേർക്കും തോറുമാണ് ഇത് കുറച്ച് ദിവസം കേടാകാതെ ഇരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരല്പം മാത്രം എടുത്ത് കഴിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇത് മാത്രം ഇത് ഒരുപാട് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല, കുറച്ച് എരിവുണ്ട്, അതിൻ്റെ പേരിലാണ്. നമ്മളിപ്പോൾ 2-3 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും യാത്രയിലൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ചട്നി തയ്യാറാക്കി കൂടെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ഇത് മാത്രം വെച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. ഈ ചട്നി നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെ ഒക്കെ നല്ല സൂപ്പർ സൈഡ് ഡിഷ് ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള റൈസൊക്കെ തയ്യാറാക്കില്ലേ, ഇപ്പോൾ ലെമൺ റൈസ്, അതുപോലെ തന്നെ നെയ്ച്ചോറ്, ഇതിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.